ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൗലോസ് ആ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം 2-3 ദിവസത്തേക്ക് സ്റ്റാൻലിയുടെ ഇഷ്ടപ്രകാരം തന്നെയുള്ള ചിട്ടകളും കാര്യങ്ങളുമാണ് അലീന അവിടെ നിലനിർത്തിക്കൊണ്ടുവന്നിരുന്നത്. കാരണം പൗലോസ് പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പപ്പയ്ക്ക് അനുഭവപ്പെടരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ആ 3 ദിവസവും സ്റ്റാൻലി ഒരു പരാതിയും കൂടാതെ തന്നെ ആ ഫുഡും ആഹാരങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 3-ാം ദിവസം അലീന സ്റ്റാൻലിയുടെ അരികെ നിന്ന് ആരോടെന്നില്ലാത്ത രീതി പറഞ്ഞു, ഫുഡൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ അത് കൊള്ളാമെന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പപ്പ, അത് നല്ലതാന്ന് ആരും ഒരിക്കലും പറയില്ല. എന്നാലൊന്ന് മോശമായാലോ എല്ലാവരും അതിനെ കുറ്റം പറയുകയും ചെയ്യും. എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും സ്റ്റാൻലി അതിനൊന്നും മറുപടി പറയാതെ മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിച്ചു. സ്റ്റാൻലി ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അത് കഴിഞ്ഞപ്പോൾ അലീന ഓതുക്കുട്ടി ചായനോട് പറയുന്നുണ്ട്, ദേ വല്യപ്പച്ച, നാളെ മുതൽ ഇവിടുത്തെ ഭക്ഷണക്രമങ്ങളൊക്കെ ഞാനൊന്ന് മാറ്റാൻ പോവാ. അത് കൊള്ളാം, അങ്ങനെ നീ ചെയ്ത ലാലിച്ച നിന്നെ മാറ്റും എന്ന ഓതുക്കുട്ടി ചായനും മറുപടി പറഞ്ഞു. ആഹാ, അങ്ങനെയാണോ, എന്നാൽ നമുക്കൊന്ന് നോക്കാം എന്നുള്ളൊരു വാശിയിൽ തന്നെ അലീനയും സംസാരിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഒരു ചെറിയ ബുക്കും പേനയും ഒക്കെ ആയിട്ട് അലീന സ്റ്റാൻലിയുടെ റൂമിലേക്ക് എത്തുന്നുണ്ട്. അലീന സ്റ്റാൻലിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, പപ്പ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പപ്പയ്ക്ക് എന്ത് ഫുഡാണ് വേണ്ടത്? അത് കേട്ടതും രൂക്ഷമായിട്ടൊന്ന് അലീനയെ തുറച്ചു നോക്കുന്നുണ്ട് സ്റ്റാൻലി. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അല്ല ഇന്നെന്താ ഇത്ര പ്രത്യേകത? അത് വേറൊന്നുമല്ല പപ്പ, ഇന്ന് എൻ്റെ പപ്പയ്ക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള സാധനം തന്നെ ഇന്ന് എൻ്റെ പപ്പയ്ക്ക് ഉണ്ടാക്കി തരണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാ. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഡൈനിങ് ഹാളിൽ വന്നിരിക്കുമ്പോൾ മേശപ്പുറത്തേക്കൊന്ന് നോക്കും. അതിൽ നിന്ന് ഏത് ഫുഡാണോ എനിക്കപ്പോൾ കഴിക്കണമെന്ന് തോന്നുന്നത് അത് ഞാൻ കഴിക്കും. അത്രേ ഉള്ളൂ, ആ പതിവ് എന്തായാലും തെറ്റിക്കണ്ട. അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആഹാ, മേശപ്പുറത്തിരിക്കുന്ന ഭക്ഷണമാണോ തീരുമാനിക്കേണ്ടത്? സ്റ്റാൻലി ജോസഫ് ഏത് ഫുഡാണ് കഴിക്കേണ്ടതെന്ന്. ഇത് കേട്ട് സ്റ്റാൻലി ഗൗരവത്തോടെ അലീനയെ നോക്കുന്നുണ്ട്. അപ്പോൾ അലീന വീണ്ടും പറയുന്നുണ്ട്, അത് ശരിയല്ലല്ലോ പാപ്പ, പപ്പ തന്നെ തീരുമാനിക്കണം പപ്പ ഇന്ന് ഏത് ഫുഡ് കഴിക്കണമെന്ന്. എന്നിട്ട് ആ ഫുഡ് തന്നെ പപ്പ കഴിക്കുകയും വേണം എന്നിങ്ങനെ സ്റ്റാൻലി പറയുന്നുണ്ട്. സ്റ്റാൻലിയോട് അലീന പറയുന്നുണ്ട്. ഇതിട്ട് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ആഹാ, അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണോ നീ പൗലോസിനെ ഇവിടെ നിന്ന് ഓടിച്ചത്? അതിന് ഞാനല്ലല്ലോ പൗലോസ് ചേട്ടനെ പറഞ്ഞയച്ചത്, കള്ളൻ തന്നെത്താൻ പോയതല്ലേ. ഇതിങ്ങനെ തന്നെ അവസാനിക്കുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞത് അടുക്കള കാര്യത്തിലൊന്നും തലയിടാൻ പോകരുതെന്ന്. ശരി, നീ ഇനി ബുദ്ധിമുട്ടൊന്നും വേണ്ട, തൽക്കാലം ഞാനൊരു കുക്കിനെ വേറെ ആക്കിക്കൊള്ളാം. സ്റ്റാൻലി പറയുന്നുണ്ട്. ക്ലബിലൊന്ന് വിളിച്ചു പറഞ്ഞാൽ മാത്രം മതി, അപ്പോൾ തന്നെ ഒരാളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചോളൂ എന്നും പറഞ്ഞ് സ്റ്റാൻലി ഫോൺ എടുക്കാനായിട്ട് അങ്ങോട്ട് നീങ്ങി. പെട്ടെന്ന് സ്റ്റാൻലിയെ തടഞ്ഞുകൊണ്ട് അലീന സ്റ്റാൻലിയുടെ മുമ്പിലേക്ക് കയറി നിന്നുകൊണ്ട് പറയുന്നുണ്ട്, പപ്പ പ്ലീസ്, പപ്പയ്ക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് നല്ല രുചിയായിട്ട് പപ്പയ്ക്ക് വെച്ച് വിളമ്പിത്തരാം. എന്നാൽ സ്റ്റാൻലി അതൊന്നും ചെവിക്കൊള്ളുക പോലും ചെയ്തില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ, ഇതൊക്കെ ഓരോ കടമകളാണ്, കാശ് കൊടുത്ത് ചെയ്യിച്ചാൽ ഇതൊന്നും കേൾക്കേണ്ടി വരില്ല. ഓഹോ, അത് ശരി, അതെന്തായാലും ഇവിടെ നടക്കില്ല. കുറേ ചിക്കനും മട്ടനും ഫിഷ് കറിയും ബീഫും ഫിഷ് ഫ്രൈയും അങ്ങനെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഉണ്ടാക്കി മേശപ്പുറത്ത് വെക്കും. എന്നിട്ട് ഫോർക്ക് കൊണ്ട് അതിൽ നിന്ന് 1-2 എണ്ണം കഴിക്കും, ബാക്കി മൊത്തം എച്ചിലാക്കി കളയും. ആ ധാരാളിത്തമൊന്നും ഇനി ഇവിടെ നടക്കത്തില്ല പപ്പ. നമുക്കിവിടെ ആവശ്യമുള്ള ആഹാരം എന്താണോ അത് മാത്രമേ ഇനി ഇവിടെ ഉണ്ടാക്കത്തുള്ളൂ എന്നിങ്ങനെ സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അലീന. ഇതൊക്കെ കേട്ടിട്ട് സ്റ്റാൻലിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. സ്റ്റാൻലി പറയുന്നുണ്ട്, സ്റ്റോപ്പ് അലീന. സ്റ്റാൻലിയുടെ മുഖം വല്ലാതെ ദേഷ്യം കൊണ്ട് ചുവന്നു വരുന്നുണ്ട്. അടുത്ത വാക്ക് സ്റ്റാൻലി പറയുന്നതിന് മുമ്പ് തന്നെ അലീന പറയുന്നുണ്ട്, ഇല്ല, ഞാനത് സമ്മതിക്കില്ല. ഞാൻ പറയുന്നത് അധിക പ്രസംഗമാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പറയുന്നത് കേട്ട് പപ്പയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെന്നും എനിക്ക് നന്നായിട്ടറിയാം. പപ്പ വേണമെങ്കിൽ എന്നെ തല്ലിക്കൂ, എന്നാലും എനിക്ക് സങ്കടമൊന്നും വരികയല്ല. പപ്പയൊന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ഒരു കാര്യത്തിൽ പപ്പയ്ക്ക് വല്ല നിയന്ത്രണമുണ്ടോ? ദേഷ്യത്തിലില്ല, ആഹാരത്തിലില്ല, മദ്യപാനത്തിലില്ല, പുകവലിയിലും ഇല്ല, ഒന്നിലുമില്ല. ഇനി മുതൽ ഞാൻ ഇതിലെല്ലാത്തിലും ഇടപെടും. അങ്ങനെ ഇടപെടണ്ടെങ്കിൽ പപ്പ എന്നെ ഉപേക്ഷിക്കണം എന്നിങ്ങനെ അലീന പറഞ്ഞു. പെട്ടെന്ന് തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്കതിന് അങ്ങനെ ഒരു നിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്വത്തൊക്കെ സമ്പാദിച്ചു കൂട്ടിയത്. ഇതൊന്നും എൻ്റെ തറവാട്ട് സ്വത്തല്ല, ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്താണ്. അത് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ വിനിയോഗിക്കണമെന്ന് എന്നെ ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യവുമില്ല എന്ന് സ്റ്റാൻലി വളരെ ഗൗരവത്തോടു കൂടി തന്നെ അലീനയോട് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പപ്പയ്ക്ക് 4 മക്കളുണ്ടെന്നുള്ള കാര്യം പപ്പ മറന്നു. അതിലൊരാളെ
23 വർഷക്കാലം നോക്കി വളർത്തിയത് ഒരു ഓർഫനേജിലാണ്. പപ്പയുടെ ഈ സ്വത്ത് മുഴുവൻ ആ അനാഥാലയത്തിന് എഴുതി കൊടുത്താലും ആ കടം തീരുമോയെന്ന് പപ്പയൊന്ന് ആലോചിച്ചു നോക്കി. വളരെ വികാരാതീതയായിട്ടാണ് അലീന ഇക്കാര്യം പറയുന്നത്. പെട്ടെന്ന് അലീനയുടെ വായിൽ നിന്ന് അനാഥാലയത്തിൻ്റെ കാര്യം കൂടെ കേട്ടപ്പോൾ സ്റ്റാൻലിക്ക് ഒന്നുകൊണ്ട് ദേഷ്യം കൂടുകയാണ് ചെയ്തത്. ഒച്ച എടുത്തുകൊണ്ട് തന്നെ സ്റ്റാൻലി ആൻ്റപ്പ ആൻ്റപ്പ എന്ന് വിളിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഓടിക്കതച്ച് ആൻ്റപ്പൻ സ്റ്റാൻലിയുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. ദേ ആൻ്റപ്പൻ, അലീനയെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയി ആ TV ഒന്ന് ഓണാക്കി കൊടുക്ക്, ഇല്ലെങ്കിൽ ആ പുഴയും കാടും ഒക്കെ ഒന്ന് കൊണ്ട് കാണിച്ചു കൊടുക്ക് എന്നിങ്ങനെ പറയാണ് സ്റ്റാൻലി. അപ്പോൾ അലീന പറയുന്നുണ്ട്, പപ്പ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും ശരി, ഞാൻ തന്നെയാണ് ഇനി ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറഞ്ഞിട്ട് അലീന ആ റൂം വിട്ട് ഇറങ്ങിപ്പോയി. എന്നാൽ ഇതേസമയം അവധുക്കുട്ടിച്ചാൻ റൂമിന് വെളിയിൽ അലീനയെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവധുക്കുട്ടിച്ചായൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്താ അലീന, ലാലിച്ചൻ എന്തു പറഞ്ഞു? എന്തു പറയാൻ, ഞാൻ പറഞ്ഞതൊന്നും തന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. വേറെ കുക്കിനെ വിളിക്കാനുള്ള പരിപാടിയിലാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മോളെ, ചുറ്റികൊണ്ട് ആണി അടിക്കുന്നത് പോലെ തറഞ്ഞു പോയ ശീലങ്ങളാണ് അവൻ്റേത്. അതൊന്നും മുറിച്ചു മാറ്റാൻ നമ്മളെക്കൊണ്ട് പറ്റില്ല മോളെ. ഓഹോ, അത് ശരി. ഓഹോ, എന്നാലേ ആണി അടിക്കുന്ന ചുറ്റികയുടെ പുറകിലായിട്ട് ഒരു സാധനമുണ്ട്. അടിച്ചുറപ്പിച്ച ആണിയെ ഇളക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം. അതുകൊണ്ട് ഞാനിതങ്ങ് പറിച്ചെടുക്കും എന്ന് അത് ഞാൻ വല്യപ്പച്ചന് കാണിച്ചു തരാം എന്നുള്ള വാശിയിലാണ് അലീനയും. ആട്ടെ, നീയും സ്റ്റാലിയും തമ്മിൽ ഉടക്കിയോ എന്നിങ്ങനെ അവധുക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്. ആ, ഉടക്കി. അവധുക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, എൻ്റെ മോളെ, തൽക്കാലം കുറച്ച് ദിവസം കൂടി നീ ഇതേപോലെ അവൻ്റെ ഇഷ്ടത്തിന് വെച്ചു കൊടുക്ക്. എന്നിട്ട് ഓരോ ദിവസം ഓരോന്ന് വെച്ച് കുറച്ച് കൊണ്ടുപോവാ. അതാവുമ്പോൾ നമുക്ക് അവനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കാം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല വല്യപ്പച്ച. മധ്യ തിരുവിതാംകൂറിൻ്റെ രാജാവൊന്നും അല്ലല്ലോ ഈ ലാലിച്ചൻ. വല്യപ്പച്ചൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, വല്യപ്പച്ചൻ്റെ മടിയിൽ കിടന്ന്. അലീന ഇതൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മൗതുക്കുട്ടിച്ചാൻ പൊട്ടിച്ചിരിക്കുകയാണ്. കൊള്ളാം, അവൻ ആ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ കലി കയറും മോളെ. ഞാനായതുകൊണ്ട് അവനെ എന്നെ അടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നീ അവൻ്റെ അടുത്ത് പോയി ഇതൊന്നും പറഞ്ഞേക്കല്ലേ കേട്ടോ. അതൊന്നും സാരമില്ല അപ്പച്ച, പപ്പ എന്നെ തല്ലിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് തല്ലി കൊള്ളാത്ത മക്കളുണ്ടോ? എനിക്ക് പപ്പയുടെ കയ്യിൽ നിന്ന് ഒരു തല്ലെങ്കിലും മേടിക്കണം, എന്നിട്ട് മാറിയിരുന്ന് കരയണം, എന്നിട്ട് പിണങ്ങി മിണ്ടാതെ നടക്കാം, പിന്നീട് കൂട്ടുകൂടണം. അലീന ഇതൊക്കെ പറയുമ്പോൾ വല്യപ്പച്ചൻ മിണ്ടാതെ അലീനയുടെ മുഖത്തേക്ക് എന്നെ നോക്കി നിൽക്കുകയാണ്. ആഹാ, അത് കൊള്ളാലോ, അത് വല്ലാത്തൊരു സൂക്കേട് തന്നെയാണല്ലോ. വല്യപ്പച്ച നോക്കിയോ, അതിനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിക്കുന്നുണ്ട്. എനിക്ക് പപ്പയുടെ ദേഷ്യം കാണാൻ വലിയ ഇഷ്ടമാണ്. മുഖമൊക്കെ ചേർന്ന് കണ്ണൊക്കെ തുറിച്ച് മീശയൊക്കെ വിറപ്പിച്ച് ഇപ്പം തല്ലുമെന്ന് പറഞ്ഞ് നോക്കിയുള്ള നിപ്പുണ്ടല്ലോ, അത് കാണാൻ എന്ത് രസമാണെന്നറിയുമോ. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ദേ മോളെ, അവൻ്റെ കയ്യിൽ നിന്നൊന്നും മേടിച്ചേക്കല്ലേ കേട്ടോ. അവൻ്റെ കൈ വീണ നീ ചത്തുപോകും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ല, നിനക്കടി കിട്ടിയാൽ മതിയാവുന്നുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി. ഇവിടെ നല്ല ഒന്നാന്തരം ചൂരലിരിപ്പുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ചിരിപ്പോൾ നടക്കും. ഞാൻ എന്ത് കുസൃതി കാണിച്ചാലും ഈ വല്യപ്പച്ചൻ എന്നെ ഒന്ന് നുള്ളിപ്പോലും നോവിക്കില്ലെന്ന് ചിന്നമ്മയ്ക്ക് നല്ലപോലെ അറിയാലോ എന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അലീന അടുക്കളയിലേക്ക് പോയി. അത് കുട്ടിച്ചായനും അലീന പറഞ്ഞതോർത്ത് ചിരിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. അതിനുശേഷം സ്റ്റാൻലി തൻ്റെ റൂമിലെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ്റെ ചുറ്റിനും കാലിനരികിലും ഒക്കെ ആയിട്ട് നായ്ക്കൾ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട്. വാതിൽ അല്പം തുറക്കുന്ന സൗണ്ട് കേട്ടുകൊണ്ട് സ്റ്റാൻലി ആ ഭാഗത്തേക്ക് നോക്കി. അത് അലീനയായിരുന്നു. സ്റ്റാൻലി വീണ്ടും TV-യിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അലീന റൂമിലേക്ക് കടന്നു വന്നു. പപ്പ, ദേ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് എന്നിങ്ങനെ അലീന പറയുമ്പോൾ എടുത്തടിച്ച മറുപടി പോലെ തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് വേണ്ട. അലീന അപ്പം തന്നെ ചോദിക്കുന്നുണ്ട്, അതെന്താ വേണ്ടാത്തത്? അയാൾ തൻ്റെ കയ്യിൽ കിടന്ന വാച്ചിൽ സമയം നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ സമയം എത്രയായെന്ന്. അപ്പോൾ അലീന പെട്ടെന്ന് സ്റ്റാൻലിയുടെ കയ്യിൽ കിടന്ന വാച്ചിൽ തന്നെ സമയം നോക്കിയിട്ട് 8:45 എന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സമയം എത്ര മണിക്കാണ്? 8:30. എനിക്ക് ഒരു ചിട്ടയുണ്ടെന്നൊക്കെ അറിയാമല്ലോ. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, പപ്പ, ഈ പട്ടാള ചിട്ടയൊക്കെ ഇപ്പോഴും വേണോ? പപ്പ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞിട്ട് എത്ര വർഷമായി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് കൃത്യസമയത്ത് തന്നെ ആഹാരം കഴിക്കണം, അതെൻ്റെ ഒരു ശീലമാണ്. സ്റ്റാൻലിയുടെ മുഖഭാവം തന്നെ മാറി തുടങ്ങിയിരുന്നു. അത് കണ്ടുകൊണ്ട് അലീന വീണ്ടും ചോദിക്കുകയാണ്, അല്ല പപ്പ, ഈ 10-15 മിനിറ്റ് താമസിച്ചെന്ന് വെച്ച് ഈ വയറ് കോപിക്കുമോ?
അങ്ങനെ പെട്ടെന്ന് കോപം വരുന്ന വയറാണെങ്കിൽ അതെന്തൊരു വയറാ? അങ്ങനെ ഒരു വയറ് നമുക്ക് വേണോ പപ്പ? അലീന ഒരു കുസൃതിയോടെ കൂടിയാണ് അങ്ങനെ ചോദിക്കുന്നത്. എന്നാൽ സ്റ്റാൻലി അതൊന്നും മൈൻഡാക്കാതെ ടി വിയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അലീന പതിയെ സ്റ്റാൻലിയുടെ സോഫയുടെ പിന്നിൽ പോയി നിന്ന് പിന്നിലൂടെ തലയെ തലോടാൻ തുടങ്ങി. തലമുടി ഇഴകൾക്കിടയിലൂടെ തൻ്റെ വിരലുകൾ ഓടിച്ചു. സ്റ്റാൻലിക്ക് പ്രതികരിക്കണമെന്നുണ്ടെങ്കിലും അനങ്ങാതെ തന്നെ ഇരുന്നു കൊടുക്കുകയാണ്. അങ്ങനെ പപ്പയെ തലോടിയും ഒക്കെ ആശ്വസിപ്പിച്ചുകൊണ്ട് അലീന പറയുന്നുണ്ട്, പപ്പ ഞാൻ ഫുഡ് എടുത്ത് ഊണുമേശയിൽ വെക്കുകയാണ്, പപ്പ വരണം കഴിക്കാൻ. ഇനിയും താമസിൽ അതെല്ലാം തണുത്തു പോവും. പപ്പയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത്. പപ്പ അത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടമാവും. പപ്പ പ്ലീസ് പപ്പ വന്ന് കഴിക്കാം. അലീന സ്റ്റാൻലിയുടെ മുഖം പതിയെ പിടിച്ച് ഉയർത്തി കണ്ണാടിയുടെ നേരെ തിരിച്ചിരുത്തി. ആ കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ സ്റ്റാൻലി കണ്ടു തൻ്റെ നെറുകയിൽ തലവെച്ച് പുഞ്ചിരിച്ചിരിക്കുന്ന അലീനയെയാണ്. തുടർന്ന് കണ്ണാടിയിൽ നോക്കി സ്റ്റാൻലിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അലീന പറയുന്നുണ്ട്, ഇപ്പം ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ഫോട്ടോ എടുപ്പിക്കായിരുന്നു അല്ലേ പപ്പ? എന്നിട്ട് ഒരടിക്കുറിപ്പൂടെ ചേർക്കണം, സിംഹവും മുയലും. അലീന ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും സ്റ്റാൻലിയുടെ ഗൗരവത്തിനോ ദേഷ്യത്തിനോ ഒരു കുറവും വന്നിട്ടില്ലെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഉടൻ തന്നെ സ്റ്റാൻലിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൾ പറയുന്നുണ്ട്, പപ്പ വന്നേ, നമുക്ക് ഫുഡ് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, വാ പപ്പ എന്നിങ്ങനെ അലീന പറഞ്ഞപ്പോൾ സ്റ്റാൻലി പതിയെ എഴുന്നേറ്റ് അലീനയുടെ കൂടെ ഊണുമുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ഇത്രയും നേരം വലിയ ഗൗരവമൊക്കെ ആയിട്ടിരുന്നുവെങ്കിലും അലീനയുടെ ആ തലോടലിലും അവളുടെ ആ കുസൃതി തരത്തിലുമൊക്കെ സ്റ്റാൻലി വീണു പോയിട്ടുണ്ടായിരുന്നു. പതിവ് തെറ്റിക്കാതെ 2-3 കൂട്ടം ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റാൻലി തൻ്റെ മുന്നിലിരിക്കുന്ന പ്ലേറ്റിലേക്ക് നോക്കി, എവിടെ നൈഫും ഫോർക്കും ഒക്കെ? അയ്യോ പപ്പ, അത് ഞാൻ കഴുകാനിട്ടിരിക്കുക. അത് കഴുകാൻ അതിനുവേണ്ടി സമയമൊന്നും വേണ്ടല്ലോ അലീന. പോകൂ, അത് പെട്ടെന്ന് കഴുകി എടുത്തോണ്ട് വരൂ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്താ പപ്പ ഇത്? ഒരു ദിവസം പപ്പ കൈകൊണ്ട് കഴിച്ചെന്നും പറഞ്ഞാൽ എന്താ കുഴപ്പം? പപ്പ ഇന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അയാൾക്ക് പിന്നെയും ദേഷ്യം വരുവാണ്. സ്റ്റാൻലി ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കാതെ ഫ്രണ്ടിലിരുന്ന പ്ലേറ്റ് തട്ടി മാറ്റിയിട്ട് എഴുന്നേക്കാൻ തുടങ്ങുകയാണ്. അലീന പെട്ടെന്ന് തന്നെ സ്റ്റാൻലിയുടെ കൈ കയറി പിടിച്ചിട്ട്, പപ്പ പ്ലീസ് ഞാനൊന്ന് പറയട്ടെ. തൻ്റെ വലത് കൈ കാണിച്ചുകൊണ്ട് അലീന പറയുന്നുണ്ട്, പപ്പ തൽക്കാലത്തേക്കിന് എൻ്റെ ഈ കൈ നൈഫും ഫോർക്കും ആണെന്ന് പപ്പ അങ്ങ് കരുതിക്കോ. ഞാൻ ഒരു കഷ്ണം അപ്പം എടുത്ത് കറിയിൽ മുക്കി പപ്പയുടെ വായിലേക്ക് വെച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട്, പപ്പ വാ തുറന്ന് കഴിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അലീന ഒരപ്പക്കഷ്ണം എടുത്ത് കറിയിൽ മുക്കി സ്റ്റാൻലിയുടെ നേരെ കൊണ്ടുചെല്ലുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സ്റ്റാൻലി മുഖം തിരിക്കുകയാണ് ചെയ്യുന്നത്. പപ്പ ഇത് കഷ്ടമുണ്ട് കേട്ടോ. പപ്പ ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങ് സോമാലിയയിലും എത്യോപ്യയിലും ഒക്കെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഭക്ഷണം കിട്ടാതെ എത്രയോ അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്കൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ പോലും ഫുഡ് കിട്ടാറില്ല. പപ്പ കണ്ടിട്ടില്ലേ ടി വിയിലൊക്കെ 2 കണ്ണും തലയോട്ടിയും എല്ലും തോലും മാത്രമായിട്ടുള്ള മനുഷ്യരൂപങ്ങളെ? അങ്ങനെയുള്ളപ്പോൾ പപ്പ അരമണിക്കൂർ വൈകിയതിൻ്റെ പേരിൽ, അല്ലെ കഴിക്കാനായിട്ട് കത്തിയും മുള്ളോ ഇല്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ കടുംപിടുത്തം പിടിക്കുന്നത് ശരിയാണോ പപ്പ? അലീനയുടെ ഈ ചോദ്യം കേട്ട് സ്റ്റാൻലിയുടെ ദേഷ്യമൊക്കെ പെട്ടെന്നൊന്നു അയഞ്ഞു. അലീനയുടെ വാശിക്ക് മുമ്പിൽ തൻ്റെ ചിട്ടുകളും വാശിയുമെല്ലാം ഒരു വെറും ദുർബലമായി കഴിഞ്ഞു. അലീന നീട്ടിയ അപ്പകഷ്ണത്തിന് മേൽ അയാൾ വായ തുറന്നു കൊടുത്തു. അത് കഴിച്ചതിന് ശേഷം സ്റ്റാൻലി പറയുന്നുണ്ട്, ഇനി ഞാനെടുത്ത് കഴിച്ചോളാം. അപ്പോൾ അലീന പറയും, വേണ്ട പപ്പ കൈ കഴുകിയില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് ഞാൻ തന്നെ പപ്പയ്ക്ക് വാരിത്തരാം. പിന്നീട് അലീന തന്നെ സ്റ്റാൻലിക്ക്, പപ്പ ഇത് നാണക്കേടായിട്ട് കരുതണ്ട, കാരണം ഇവിടെ വേറെ ആരുമില്ലല്ലോ, ഞാനും വല്യപ്പച്ചനും പപ്പയും മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എടുത്തു തരാം പപ്പയ്ക്ക് എന്നും പറഞ്ഞ് അലീന വീണ്ടും അപ്പവും കറിയിൽ മുക്കി സ്റ്റാൻലിക്ക് കൊടുക്കുന്നുണ്ട്. ഒരു കൊച്ചേ കുട്ടിയെപ്പോലെ സ്റ്റാൻലി അത് ആസ്വദിച്ച് കഴിക്കുന്നുമുണ്ട്. അതിനിടയിൽ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നിനക്ക് കഴിക്കണ്ടേ മോളെ എന്ന്. ആ കഴിക്കണം, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഞാനും കൂടി പപ്പയുടെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിച്ചോട്ടെ, പപ്പയ്ക്കത് ബുദ്ധിമുട്ടാവുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഇല്ല അത് മോളും കൂടെ കഴിച്ചോ എന്ന് അയാൾ മറുപടി പറയുന്നുണ്ട്. അപ്പനും മകളും ഒരേ പാത്രത്തിൽ നിന്ന് പങ്കിട്ട് കഴിക്കുന്നത് കണ്ടുകൊണ്ടാണ് വല്യപ്പച്ചൻ അങ്ങോട്ടേക്ക് വന്നത്. ആ കാഴ്ച കണ്ട് അയാൾ അല്പനേരം അമ്പരന്ന് നോക്കി നിന്നു പോയി. എൻ്റെ ഈശോയെ, എന്താ ഞാൻ ഈ കാണുന്നത്? ലാലിച്ചനും അലീനയും ഒന്നിച്ച് ഒരു പാത്രത്തിൽ നിന്ന് ആഹാരം കഴിക്കുന്നു. ലാലിച്ചന് അലീന വാരിക്കൊടുക്കുന്നു. എൻ്റെ ഈശോയെ, ഇത് എന്തൊരു മറിമായം! എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല.
പതിയെ പതിയെ അലീന സ്റ്റാൻലിയെ അവളുടെ വഴിക്ക് മെരുക്കിയെടുക്കുകയാണെന്നുള്ള കാര്യം അവധക്കുട്ടിച്ചായന് മനസ്സിലായി. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അലീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ. അത് കണ്ട് സ്റ്റാൻലി ഒന്ന് ഞെട്ടി. അലീന പെട്ടെന്ന് തന്നെ ടേബിളിലുണ്ടായിരുന്ന അയാളുടെ കൈത്തണ്ടയിലേക്ക് മുഖം വെച്ച് തേങ്ങിക്കരഞ്ഞു. അവധക്കുട്ടിച്ചായൻ ഇതെല്ലാം കണ്ട് അന്താളിച്ച് നിൽക്കുകയാണ്. എന്നാൽ തൻ്റെ കയ്യിലേക്ക് ചുടുകണ്ണുനീർ വീഴുന്നത് സ്റ്റാൻലി അറിയുന്നുണ്ടായിരുന്നു. അലീന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മുഖമുയർത്തി തൻ്റെ പുറം കൈ കൊണ്ട് കണ്ണും കവിളുമെല്ലാം തുടച്ചു. സോറി പപ്പ, എൻ്റെ സന്തോഷം കൊണ്ടാ. ഞാൻ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ടെന്നറിയുമോ? അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന്. അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ, സ്വന്തം പപ്പയുടെ കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നു എന്നൊക്കെ പറഞ്ഞ് അലീന വീണ്ടും പൊട്ടിക്കരയുകയാണ്. അലീനയുടെ സങ്കടം കണ്ട് സ്റ്റാൻലിക്കും പെട്ടെന്ന് സങ്കടം വന്നു. അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ സ്റ്റാൻലി ഇങ്ങനെ നോക്കി നിന്നു. അവധക്കുട്ടിച്ചായൻ അങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും സ്റ്റാൻലി അവിടെ നിന്ന് എഴുന്നേറ്റ് വായ കഴുകാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ സമയം അലീന കണ്ണുകളൊക്കെ തുടച്ച് കഴിച്ച പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കളയിലേക്ക് കൊണ്ടുവെക്കാനായി പോയി. എന്തായാലും രണ്ടാൾക്കും ഇടയിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായി തുടങ്ങി എന്നുള്ള കാര്യം അവധക്കുട്ടിച്ചായന് മനസ്സിലായി.